പാഠം 131. മോഹനകൃഷ്ണന് എന്തും സാധ്യമാണ്. 15 വയസ്സുള്ള പിള്ളേര് ബൈക്ക് ഓടിച്ച് നടക്കുന്ന കാലത്ത് അതൊന്നും അറിയാത്ത ഒരു വില്ലേജ് ഓഫീസർ പുറത്തിറങ്ങിയാലേ നാണക്കേടാ സാറേ. ഉത്തമ, അങ്ങനെ പറയരുത്. ഇനിയിപ്പോ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കാതെ ഓഫീസിലേക്ക് ചെല്ലുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് തലമാറ്റാണെന്ന് തോന്നുന്നു. സാറേ, ഞാൻ വേണമെങ്കിൽ കുന്നും പുറത്ത് ഉസ്മാന്റെ പോത്തിനെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കാം. പക്ഷെ സാറിനെ പഠിപ്പിക്കൂല. കാരണം പോത്തിന് നമ്മൾ പറയുന്നത് വല്ലപ്പോഴെങ്കിലും മനസ്സിലാവും. സാറിനൊന്നും മനസ്സിലാവേ ഇല്ല. മനസ്സിലായാലും സാർ അത് വക വയ്ക്കുകയില്ല. എന്നെ വിട്ടു. ഒരു കാര്യം ചെയ്യും, ഒറ്റ പൈസ മുടക്കാതെ ഡ്രൈവിംഗ് പഠിക്കാൻ ഒരു വഴിയുണ്ടെങ്കിലോ? അങ്ങനെ ഒരു വഴിയോ? അതേത് വഴി? മോഹനേട്ടനെ ഞാൻ പഠിപ്പിക്കാം. കാത്തോളാണ് ഭൂമിദേവി. ഒരിക്കലും ചെയ്യരുതെന്ന് ഞാൻ വിചാരിച്ച അന്യായമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓടിക്കുന്ന വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാർബൺ മോണോക്സൈഡ് ഭൂമിക്കുണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ വേറെ വഴിയില്ലാതെ പോയി. കാഞ്ചനെ പോലൊരു പെണ്ണിന്റെ ദുഃഖാനം ഒരു പുരുഷനായി ഞാൻ അങ്ങനെ സമ്മതിച്ചു കൊടുക്കും? ഭൂമിദേവി, അമ്മേ, മാപ്പ് തരൂ, മാപ്പ് തരൂ, മാപ്പ് തരൂ. സർവപാപങ്ങളും പുറത്തോളണേ. ഇതെന്താ പരിപാടി? ജീവിതത്തിൽ ഒരിക്കലും ചെയ്തുകൂടാണ്ട് കരുതി തെറ്റ് ചെയ്യാൻ പോവല്ലേ? ഭൂമിദേവിയുടെ മാപ്പ് ചോദിക്കായിരുന്നു ഞാൻ. ഇത്രയ്ക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കണ്ട. തീർന്നല്ലോ കാര്യം. അമ്മേ, ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് വഴക്ക് വേണ്ട. വേഗം പഠിപ്പിക്കേ. ഇന്ന് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇത് പഠിച്ചു തീർക്കണം. ശരി. അതെ, ആദ്യം പഠിക്കേണ്ടത് ഇതിലെ ഹാൻഡില്, ബ്രേക്ക് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ്. അതൊക്കെ ഉത്തമം ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് നന്നായി പഠിച്ചതുകൊണ്ടാണല്ലോ ഗംഗാധര സാറിന്റെ കിണറ്റി പോയിട്ട് വീണത്. എനിക്ക് പഠിക്കണ്ട. മോഹനേട്ടാ, ഇതെന്തൊരു വാശിയാ? വാ, പഠിപ്പിക്കാം. എനിക്ക് പഠിക്കണേ. എന്നോടുള്ള വാശിക്ക് പഠിക്കാതിരുന്ന നാളെ കാഞ്ചനയുടെ മുന്നിൽ പോയി നാണം കിടും. വാ, ഞാനല്ലേ വിളിക്കുന്നേ. പക്ഷേ ഗംഗാധര സാറിനോ കിണർന്നോ പറയാൻ പാടില്ല. ഇല്ല, പറയൂല. അല്ല, ഗംഗാധര സാറിന്റെ അച്ഛന്റെ പേര് പറയാമോ? അന്നാ കിണറ്റി വീണയാള്. ഇല്ല, പറയൂല. വാ, വാന്ന്. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയിൽ ഇങ്ങനെ കേറിയിരുന്ന് സ്റ്റാൻഡ് മാറ്റുക. പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് സൈക്കിൾ ബാലൻസിങ്. ഹാൻഡിൽ നേരെ വെച്ച് വണ്ടി ഓടിക്കുക. അതൊക്കെ എനിക്കറിയാം, എല്ലാം അറിയാം. പിന്നെ സ്വിച്ച് ഇങ്ങനെ ഓൺ ചെയ്യുക. പിന്നെ ബ്രേക്ക് പിടിച്ച് ഈ ബ്രേക്ക് പിടിച്ചോണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെ അടിക്കണ്ട? അങ്ങനെ അടിക്കണ്ട. ബൈക്കിനൊക്കെയാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഇതെങ്ങോട്ട് ഈ കുതിരപ്പുറത്ത് കേറിയിരിക്കുന്നത്? ആദ്യം താഴെ ഇറങ്ങ്, ഞാൻ കാണിച്ചു തരട്ടെ എന്ന്. എന്റെ പൊന്നു വില്ലേജ് ഓഫീസർ അല്ലേ, ഞാൻ പറയുന്നൊന്ന് കേക്കൂ. ഇന്നൊരു ദിവസം കൊണ്ട് പഠിക്കണ്ടേ മൊത്തം? എല്ലാം ഒരുമിച്ച് വിഴുങ്ങും ചെയ്യണം, പറഞ്ഞോട്ട് കേൾക്കൂല്ല. അപ്പൊ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായല്ലോ? ഏകദേശം എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായി. വണ്ടി ഓടിച്ചു പോകണ്ട, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. കേറ്. ഇതേ പിടിക്ക്. ഇനി ആരും പിടിക്കാൻ? ഞാൻ പിടിച്ചോണ്ട് കേറിക്കോ. ഇത് ഉരുട്ടി എന്റെ മേത്ത് തന്നെ ഇടുവോ? വണ്ടി മൂവ് ചെയ്തു. എന്താ ചെയ്യണ്ടേ? ഇനി ഇത് പിടിക്കണം, ബ്രേക്ക് പിടിക്കണം. അല്ല, ബ്രേക്ക് പിടിച്ച വണ്ടി മുമ്പോട്ട് പോലല്ലോ. ആദ്യം ഈ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യണം. എന്നിട്ട് ഫ്രണ്ടിലത്തെ ബ്രേക്ക് പിടിക്കണം. എന്നിട്ട് ഇതുണ്ടല്ലോ, ഇത് ടച്ച് ചെയ്യാം. സ്റ്റാർട്ടായില്ലേ? ഇത്രേ ഉള്ളു കാര്യം. ഇനി ആക്സിലേറ്റർ കൊടുത്ത് പയ്യെ കൊടുത്ത്. അതെ, ഇങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത്. ഞാൻ പുറകെ കയറാം. എന്നെ ഉരുട്ടിയിടരുത്. എനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കാൻ പേടി. പിന്നെ നീ കൂടെ കയറിയാ തന്നെ ഓടിച്ച് പഠിച്ചോളുമായിരിക്കും. ഇങ്ങനൊരു കാട്ടുമാക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞാ മതിയല്ലോ. ഞാൻ പറയട്ടെ, എന്താ ചെയ്യാൻ വന്നേ?
കൈ നിൽക്കുന്നില്ല. പറഞ്ഞു എന്നെ കൊണ്ട് നിക്ക്, ഞാൻ പറഞ്ഞുതരാം. ക്ഷമയോടുകൂടി കേട്ടാ മതി. ഹാൻഡിൽ നേരെ പിടി. പയ്യെ ആക്സിലേറ്റർ കൊടുക്ക. പയ്യെ 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 പോട്ടെ. കണ്ട മൂവ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ പോട്ടെ. ഇടിച്ചില്ല. എന്താണ് ഉദ്ദേശം? എന്നെ കൊല്ലാനാണോ? അങ്ങനൊന്നുമില്ല. വണ്ടി തിരിക്ക്. വണ്ടി തിരിക്കാൻ. ഇങ്ങനെ ചവിട്ടി തിരിക്ക്. തിരിക്കുന്നുണ്ടോ? അങ്ങോട്ടല്ല, ഇങ്ങോട്ട് തിരിക്ക്. നമുക്ക് അങ്ങോട്ടാ പോണ്ടേ. ഇങ്ങനെ വണ്ടി തിരിക്കുന്നേ. വണ്ടി കേറിയിട്ട് തിരിക്ക്. ഞാൻ ഈ കുട്ടിയെ പഠിപ്പിച്ചോളൂ. ഇവിടെ നോക്കാൻ. ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? മോഹനേട്ടാ, ഇത്ര സ്പീഡിൽ പോയാൽ എവിടെയെങ്കിലും പോയി മറിഞ്ഞു കിട്ടി വീഴും. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആദ്യം ആക്സിലേറ്റർ കുറേശ്ശെ കൊടുക്കുക. മനസ്സിലായി? പറയട്ടെ. ബ്രേക്ക് പിടിക്കാൻ പറഞ്ഞ ഇതിലേതാ ശരിയായ ബ്രേക്ക്? എടുത്താണോ വെളുത്താണോ? ചേട്ടമ്മേ, പയ്യ ആക്സിലേറ്റർ കൊടുക്ക്. എന്തേ കാണിക്കുന്നേ? മുമ്പോട്ട് പോകാൻ പോകുന്നുണ്ട്. ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത് മാമേ. എന്നെ വഴക്ക് പറയല്ലേ. പോയി വീഴും. ഇപ്പൊ ഓടെ കിടന്നാനെ. നിങ്ങളൊന്നും അറിയാഞ്ഞിട്ട് വണ്ടി മറിച്ചിട്ട് എന്നെ പറഞ്ഞു. എന്റെ വണ്ടി ഒന്നും പറ്റിയില്ലല്ലോ അമ്മ. ആർക്ക്? വണ്ടിക്കല്ല, നമ്മക്ക്. അമ്മ, ഇനി ഇതെടുത്ത് പൊക്കണായിരുന്നു. എന്റെ നടുവ്. എന്റെ അമ്മച്ചി ഉപ്പിടി. ഇതെന്താ വരുമോ? ഹാൻഡിൽ പിടിച്ച് പൊക്കാൻ നോക്ക്. എങ്ങോട്ടേ പൊക്കുന്നേ? തിരിച്ച് നൽകിട്ട് തരൂട്ടോ ഞാൻ. പിടിച്ചത് ഇതൊന്നും എനിക്ക് മാറി അവിടുന്ന്. അങ്ങനെ തിരിച്ചോട്ടോ. അങ്ങനെ മിടുക്കി. അത്രേ ഉള്ളൂ. ഇനി പഠിക്കുന്നുണ്ടോ? പിന്നെ പഠിക്കാതെ ഇത്രയൊക്കെ ആയിട്ട് എന്തായാലും ഇറങ്ങി. ഇനി ഇത് കയറിട്ട് തന്നെ പോവാം. മാറ്റം കൊണ്ട് കഴിക്കും. അഹങ്കാരത്തിന് ഒരു കുറവില്ല. നോക്കി, വണ്ടി മറിച്ചിട്ടത് പോരാ. വേണ്ട, കഴിയണ്ട. മനസ്സാട്ടി സ്റ്റാർട്ടാവുന്നില്ലടേ. കീ ഇതാ കിടക്കുന്നു. ഇതിങ്ങനെ തിരിക്കണം. എപ്പോഴും ഓൺ ചെയ്താ. ഞാൻ കയറണ്ടേ? എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. ഇതിനെക്കാട്ടിലും നല്ലത് വല്ല പോത്തിനെ പഠിപ്പിക്കുന്നതായിരുന്നു. പിന്നെ അച്ഛൻ പോയി പഠിപ്പില്. എന്റെ അച്ഛനെ വിളിക്കാൻ നല്ല മിടുക്ക. പോകണ്ട്. ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഓടിക്കുവോ? ശ്രമിക്കാം. എന്ത്? ചെറിയ ചരിവുണ്ട് വീണ ശേഷം. പോട്ടെ, സൂക്ഷിച്ചു പോണേ. പയ്യെ പോയാ മതി. പോട്ടെ. ബ്രേക്ക് പിടിച്ച് നേരത്തെ ഇതുപോലെ വീണത്. ആ മാമന് ഭാഗ്യമുണ്ട്. ഇനി എന്നെ കളിയാക്കാൻ എനിക്ക് വയ്യ. എന്താ മതി, നിർത്തി. ഈ മഴ പിടിക്കാത്ത ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇതൊക്കെ വലിയ പാടാ. ചുമ്മാ മെനക്കെടുത്തി. 10 പൈസ കാണും.
ചോണക്കുട്ടൻ വണ്ടി ഓടിച്ച് പോകുന്നുണ്ടോ? ഇങ്ങനെ നടന്നു എങ്ങോട്ട് പോകുന്നതിന്റെ പറയാ. ഹലോ, കണ്ടോ പിള്ളേർ ഓടിച്ചു പോകുന്നുണ്ടോ? അതൊക്കെ കണ്ട്, പക്ഷെ അവന് ലൈസൻസ് ഇല്ലല്ലോ. ആ കേറ്. ആദ്യം എടുക്കുക. ഞാൻ കേറണ്ടേ? വേണ്ട, തന്നെ പോവോ? ഞാൻ പൊയ്ക്കോളാം. സൂക്ഷിച്ചു മുമ്പ് കാണാതിരുന്ന മതിയായിരുന്നു. സൂക്ഷിച്ചു പോണേ, സൂക്ഷിച്ചു പോണേ. പയ്യെ 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 പയ്യെ. കാര്യം നിസ്സാരം